ഹായ്, വീണ്ടും അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് വരികയാണ്. സമാന്തര ശ്രേണിയിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 21ാമത്തെ പേജ് തന്നെയാണ്. അത് വിട്ട് കളിയില്ല എന്നല്ലേ, കുറേ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് കേട്ടോ. 21ാമത്തെ പേജിലെ 5ാമത്തെ ചോദ്യം നോക്കാം. 21ാമത്തെ പേജിലെ 5ാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഹൗ മെനി 3-digit numbers are there which leave a remainder 3 on division by 3? 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന 3 അക്ക സംഖ്യകൾ എത്രയുണ്ട്? പല രീതിയിൽ ചോദിക്കാം. എന്തായാലും നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ വരുന്ന സമയത്തും അതുപോലെ നമ്മുടെ ലീഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസ് ആപ്പിലെ കോഴ്സുകളിലൊക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ലീഡ്സ് അക്കാദമിയുടെ മാത്സിൻ്റെ സ്പെഷ്യൽ ട്യൂഷൻ ഓൺലൈനായിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും അതിനകത്ത് ലഭിക്കും. അപ്പോൾ നോക്കാം, നമുക്ക് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ എത്രയുണ്ട്? ഓക്കെ, 3 അക്ക സംഖ്യകൾ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിയുമ്പോൾ ഏറ്റവും ചെറിയ നമ്പറും ഏറ്റവും വലിയ നമ്പറും ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ? സ്മോളസ്റ്റ് 3-digit നമ്പർ എത്ര? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ, ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ? എൻ്റെ കൈയിഷ്ടം വളരെ ഭംഗിയായിരിക്കുന്നു അല്ലേ? ഓക്കെ, എന്താണ് സംഭവം മനസ്സിലായില്ലേ? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എത്രയാണ്? എത്രയാ? 100. 99 2 അക്കമാണ്. പിന്നെ അടുത്തത് 100. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയോ? ബിഗ്ഗസ്റ്റ് നമ്പർ, ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് എന്ത് വേണമെങ്കിൽ എഴുതാം. 3-digit നമ്പർ, 3-digit നമ്പർ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എത്രയാ? 999. ഏറ്റവും വലുത് 3 അക്ക സംഖ്യ. 1000 ആയി കഴിഞ്ഞാൽ എത്ര അക്കമായി? 1 കഴിഞ്ഞ് 3 0 ഉണ്ട് അല്ലേ? 4 അക്കമായി. അപ്പോൾ ഏറ്റവും വലുത് എത്രയാണ്? 999 ആണ്. അപ്പോൾ നമുക്കറിയേണ്ട 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരണം. അപ്പോൾ നമുക്ക് 100നെ, അതല്ലേ ഏറ്റവും ചെറിയ സംഖ്യ, അതിനെ നമുക്ക് 7 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കാം. 100 ഹരിക്കണം 7, 100 ഡിവൈഡ് ബൈ 7. നമുക്ക് റിമൈൻഡർ 3 കിട്ടുന്നുണ്ടോ നോക്കാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 10ൽ ഒരു 2 അക്ക സംഖ്യ എടുത്തു കേട്ടോ. 2 അക്കം എടുത്ത് 7. 7 10ൽ എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം പോകും. അപ്പം 1 7 എത്രയാണ്? 7. 10ൽ നിന്ന് 7 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇനി 0 ഇറക്കി താഴേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. 30 കിട്ടിയില്ലേ? 30ൽ 7 എത്ര പ്രാവശ്യം പോകും? 30ൽ 7 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. 7 4 28. ഇനി 30ൽ നിന്ന് 28 കുറയ്ക്കണം അല്ലേ? നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. നമുക്ക് എത്രയാണ് റിമൈൻഡർ വേണ്ടത്? നമ്മുടെ ചോദ്യത്തിൽ റിമൈൻഡർ എത്രയാണ് പറഞ്ഞേക്കുന്നത്? ശിഷ്ടം നമുക്ക് 3 വരണം. നമുക്ക് ഇപ്പോൾ എത്രയാണ് കിട്ടിയേ? 2 കിട്ടിയുള്ളൂ. നമുക്ക് ഒരെണ്ണവും കൂടി കൂടുതൽ വേണം. എന്നാലും എത്ര എണ്ണം ആവുള്ളൂ? 3 എണ്ണം ആവുള്ളൂ. അതിനെന്ത് ചെയ്താൽ മതി? ഈ 100ൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. ഈ 100ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 1 കൂട്ടിയാൽ മതി. 100ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 101 ആയി. 100നെ 7 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 2 ആണ്. അപ്പോൾ 101നെ ഹരിച്ചാലോ എന്തായാലും 3 കിട്ടും. കിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് കിട്ടി. ഫസ്റ്റ് നമ്പർ നമുക്ക് ഫസ്റ്റ് നമ്പറിനെ വേണമെങ്കിൽ നമുക്ക് F എന്ന് തന്നെ എഴുതാം അല്ലേ? ഫസ്റ്റ് ടൈം എത്രയാണ്? F = അല്ലെങ്കിൽ x1 = എന്നൊക്കെ നമുക്ക് എഴുതാം. എത്രയാണ്? 101. കാരണം 100നെ 7 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് 3 വേണം. അതുകൊണ്ട് 100ൻ്റെ കൂടെ 1 കൂടി കൂട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 101 ആയി. 101നെ നമുക്ക് 7 കൊണ്ട് ഹരിച്ചാൽ ഇനി എത്ര റിമൈൻഡർ കിട്ടും? 3 കിട്ടും. ഒന്നാമത്തെ കാര്യം അടിപൊളി. ഇനി നമുക്ക് ഈ 999 ഏറ്റവും അവസാനം കിടക്കുന്നത്, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. അവനെ 7 കൊണ്ട് ഹരിച്ചാൽ എത്ര റിമൈൻഡർ കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോവാണേ. 999 ഡിവൈഡഡ് ബൈ 7. ദെൻ 9ൽ 7 ഒരു പ്രാവശ്യം, 1 7 7. 9ൽ നിന്ന് 7 കുറച്ചാൽ 2. 9 നമ്മൾ ഇറക്കിയിട്ടു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 29 എന്ന് കിട്ടി. 29ൽ 7 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം അല്ലേ? 28ൽ 7 4 28 അല്ലേ? 4 7 28. ദെൻ 9ൽ നിന്ന് 8 കുറച്ചാൽ 1, 2ൽ നിന്ന് 2 പോയാൽ
0 അല്ലേ. 2 - 2 = 0. ദെൻ ബ്രിങ് ഇറ്റ് ഡൗൺ. നമുക്ക് 9 താഴേക്ക് ഇറക്കി എഴുതാം. 19 19ലെ 7 എത്ര പ്രാവശ്യം പോകും? 2 ടൈംസ് അല്ലേ, 2 പ്രാവശ്യം പോകും. 2 7 14. 9 - 9 - 4 which is equal to 5. Then 1 - 1 0. ഇവിടെ റിമൈൻഡർ എത്രയായി? 5 ആയി. നമുക്ക് 5 വേണോ? നമുക്ക് എത്ര വേണ്ടേ? പറഞ്ഞ് എത്ര വേണ്ടേ? 3 നമുക്ക് വേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ 5 ഇല്ലേ? എത്ര എണ്ണം കൂടുതലാണ്? 2 എണ്ണം കൂടുതലാണ്. ആ കൂടുതൽ വേണ്ടവനെ നമുക്ക് ഒഴിവാക്കണ്ടേ? കുറച്ച് കളയാം അല്ലേ? കൂടുതൽ വേണ്ടവനെ നമുക്ക് കുറയ്ക്കാം. എത്ര കൂടുതൽ വന്നേ? 2 കൂടുതൽ വന്നു അല്ലേ? ആ കൂടുതൽ വന്നവനെ മേളിൽ അങ്ങോട്ട് കുറയ്ക്കുക. 999 നിന്ന് കുറച്ചാൽ മതി. 999 നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 997. അപ്പോൾ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാന സംഖ്യ, ഈ സീക്വൻസിൻ്റെ അവസാന സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 999 - 2 = 997. ഇപ്പം നമുക്ക് 2 ആൾക്കാരെ മെയിനായിട്ട് കിട്ടി. ഫസ്റ്റ് ടൈം നമുക്ക് 101 ആണെന്നും ലാസ്റ്റ് ടൈം എത്രയാണ്? അവസാന സംഖ്യ എത്രയാണ്? 997 ആണെന്നും നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ, ഇനിയാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് വരുന്നത്. എത്ര 3 അക്ക സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം? അപ്പോൾ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന ആളാരാ? 997 ആണ്. 997 ആണ്. ഇവൻ എത്രാമത്തെയാണെന്ന് നോക്കിയാൽ പോരെ? ഏറ്റവും അവസാനത്തെ സംഖ്യ ആരാ? 997 ആണ്. ഇവൻ എത്രാമത്തെയാണെന്ന് നോക്കണം. അപ്പോൾ ഇവന്മാരുടെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. അവൻ എത്രാമത്തെയാണ് എന്നറിയണമെങ്കിൽ ഒരു ചെറിയ വഴിയുണ്ട്. ഇവിടെ നോക്കാം. അതായത് 997 എത്രാമത്തെയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ചോദിച്ച സംഖ്യ, അതായത് ഗിവൺ നമ്പർ ചോദിച്ച സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യുക? ഫസ്റ്റ് ടൈം കുറയ്ക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം കൊണ്ട്, കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കണം. ഗിവൺ നമ്പർ ഇക്വേഷൻ എങ്ങനെയാണ്? ഗിവൺ നമ്പർ മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. എന്നിട്ടൊരു ആൻസർ കിട്ടുമല്ലോ. അതിൻ്റെ കൂടെ വെറുതെ 1 കൂട്ടിയാൽ മതി. മലയാളം മീഡിയംകാരെ സാർ എന്താ ഒഴിവാക്കിയെന്നോ? ഇല്ലടാ. എന്താണ് മലയാളത്തിൽ എന്താണ്? തന്നിരിക്കുന്ന സംഖ്യ ഏത് സംഖ്യയാണോ നമ്മൾ ചോദിച്ച സംഖ്യ. ഓക്കെ, മൈനസ് ഫസ്റ്റ് ടൈം ആദ്യ പദം എഫ് എന്ന് എഴുതിയാൽ പോരെ? എഫ് ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം. നമ്മൾ എല്ലാവരും ഡി തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ പൊതുവ്യത്യാസം ഡി എന്ന് തന്നെ എഴുതാം. പ്ലസ് 1. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ആമത്തെ ടേമാണ് എന്ന് കിട്ടും. നമുക്കിവിടെ അറിയേണ്ടത് എത്ര പദങ്ങളുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ സംഖ്യ ആരാണ്? 997. ഞാൻ വേറൊരു കളറിൽ എഴുതാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാണ് 997 ഗിവൺ നമ്പർ 997 എത്രാമത്തെയാണെന്നാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. അപ്പോൾ 997 997 മൈനസ് ഫസ്റ്റ് ടൈം എത്രയാണ്? 101 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? പൊതുവ്യത്യാസം എത്രയാണ്? ഇവിടെ എത്രയാണ് പൊതുവ്യത്യാസം? തന്നിട്ടില്ലല്ലോ. തന്നിട്ടുണ്ട്. ഏത് സംഖ്യയും കൊണ്ടാണോ ഹരിക്കാൻ പറയുന്നത്, ഡിവൈഡ് ചെയ്യാൻ ഏത് നമ്പറും കൊണ്ടാണോ പറയുന്നത്, അതാണ് പൊതുവ്യത്യാസം. മനസ്സിലായോ? ഏത് സംഖ്യയും കൊണ്ടാണ് നിങ്ങളോട് ഹരിക്കാൻ പറയുന്നത്, ആ നമ്പറാണ് അതിൻ്റെ ആ ശ്രേണിയുടെ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. അപ്പോൾ ഇവിടെ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞത്? 7 ആണ്. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ്? 7 ആണ്. പ്ലസ് 1. അപ്പോൾ 997 നമുക്ക് 101 കുറച്ച് നോക്കാം. ഇവിടെ കുറയ്ക്കട്ടെ. 997 മൈനസ് 101. 7 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും അല്ലേ? 9 - 0 9. 9 നിന്ന് 1 കുറച്ചാൽ 8 896. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? 896നെ നമുക്ക് ഈ ആൻസർ ഇങ്ങനെ വന്നു. 896 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 1. ഇതെങ്ങനെ കിട്ടിയേ? 997 നിന്ന് ഞാൻ 101 കുറച്ചത് കൊണ്ടാണ്. അപ്പം 896നെ നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ടൊന്ന് ഹരിക്കാം. ഞാൻ ഇവിടെ ഇച്ചിരി മാച്ച് കളയാണ്. നമുക്കിവിടെ എഴുതാൻ സ്ഥലമില്ലാത്ത അടുത്ത പേജിലേക്ക് പോയാൽ പിന്നെ കൺഫ്യൂഷൻ ആവില്ലേ? അപ്പം 896 ഹരിക്കണം എത്രയാ? 7. 8ൽ 7 എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം. 1 7 7 അല്ലേ? 177. ദെൻ 8 - 7 1. 8ൽ നിന്ന് 7 കുറച്ചാൽ 1. 9 നമുക്ക് താഴോട്ട് ഇറക്കി എഴുതാം. ബ്രിങ് ഇറ്റ് ഡൗൺ. ഓക്കെ, 19ൽ 7 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകുമെന്നറിയാം. 2 7 14 അല്ലേ? ദെൻ 9ൽ നിന്ന് 4 കുറച്ചാൽ 5. 1ൽ നിന്ന് 1 കുറച്ചാൽ 0. ഇനി അടുത്ത സംഖ്യ ആരാണ്? 6.
6 ഇറക്കി നമുക്ക് താഴേക്ക് എഴുതാം 56. 56 7 എത്ര പ്രാവശ്യം പോകും? ടേബിളും ചൊല്ലി വയ്ക്കുക. എത്രയാണ്? 8 അല്ലേ? ആണോ? 7 8 56 56 അല്ലേ? 7 8 are 56. 6 - 6 0, 5 - 5 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? എത്ര കിട്ടി? ആൻസർ എത്രയാണ്? 896 ഹരിക്കണം 7ൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയില്ല. എത്ര കിട്ടിയത്? നമുക്കെത്ര കിട്ടി? 128 എന്ന് കിട്ടി. അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 1 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 128 1 129. അങ്ങനെയെങ്കിൽ ഈ സീക്വൻസിൽ എത്ര നമ്പറുകളുണ്ടാവും? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട്? 129 129 നമ്പേഴ്സ് ഉണ്ടാവും. മനസ്സിലായോ? എളുപ്പമല്ലേ? ഓക്കെ, നന്നായിട്ടൊന്ന് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ടേക്ക് കെയർ. ബൈ.